രവീന്ദ്ര നീ എവിടെ? സോ രവീന്ദ്രനെ തപ്പി വന്നതൊന്നല്ല, OG ബോംബ് സ്റ്റാറും നാച്ചുറൽ ബോംബ് സ്റ്റാറും കൂടി അഭിനയിച്ച് കൊളാക്കി വിട്ട സിനിമയാണ് രവീന്ദ്ര നീ എവിടെ. സൈന പ്ലേയിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ OG ബോംബ് സ്റ്റാർ പറയുമ്പോൾ എല്ലാവരും ധ്യാൻ ശ്രീനിവാസനെ വിചാരിക്കുന്നുണ്ടാവും. നാഹി, അങ്ങേര് നാച്ചുറൽ ബോംബ് സ്റ്റാർ. OG ബോംബ് സ്റ്റാർ ദ വൺ ആൻഡ് ഓൺലി അനൂപ് മേനോൻ. ആൻഡ് അനൂപ് മേനോൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം, there is only one and only മോഹൻലാൽ and മോഹൻലാൽ is മോഹൻലാൽ. അനൂപ് മേനോൻ can't be മോഹൻലാൽ. ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ മാസ് പടങ്ങളിലെ മാസ് സിനിമകളിലെ ലാലേട്ടന്റെ എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. ഫീൽ ഗുഡ് കോമഡി സിനിമകളാണെന്ന് വെച്ചാൽ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. ലാസ്റ്റ് രണ്ടും കൊളാവും. പിന്നെ നമ്മുടെ നാച്ചുറൽ ബോംബ് സ്റ്റാറിനെ പറ്റി ഒന്നും പറയണ്ടല്ലോ. മാൻഡ്രേക്ക് ഓഫ് മലയാളം സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എവിടെ തല കാണിച്ചോ അവിടുത്തെ പടത്തിന്റെ കാര്യം പോക്കാം. സോ അബാ മൂവീസ്, ഈ പടക്കക്കടയ്ക്ക് ഇടാൻ പറ്റിയ പുതിയ പേരാണ് അബാ മൂവീസ്. അതിലിപ്പോ ആർക്കും ദേഷ്യം വന്നിട്ടോ ആരും തന്തയ്ക്ക് വിളിച്ചിട്ടോ കാര്യമില്ല. ഇവരെന്നെ പറയുന്നുണ്ട് അബാ മൂവീസിന്റെ സിനിമകൾ പടക്കങ്ങളാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ലാന്ന് കാണുന്ന ഒരു സാധാരണക്കാരൻ അതന്നെ തോന്നുള്ളൂ. ആൻഡ് ഷീലു ചേച്ചി ഈ റോളക്സ് ഈ മറ്റേ ലോക്കേഷന്റെ പടത്തിൽ യൂണിവേഴ്സിൽ വന്നിട്ട് ഒരു ക്യാമിയോ ചെയ്തു, അത് വൻ ഹിറ്റായി പറഞ്ഞിട്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ എല്ലാം നിങ്ങൾ കയറി അഭിനയിച്ച പണം ഹിറ്റാവൊന്നുമില്ല. കണ്ടന്റ് മാറ്റേഴ്സ്. ആന്റണി പെരുമ്പാവൂരെ നിങ്ങൾ കണ്ട് പഠിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങേര് ഒരു സീനിൽ വന്നേ വെറുപ്പിക്കുള്ളൂ. നിങ്ങൾ ത്രൂ ഔട്ട് ദ സിനിമ വെറുപ്പിക്കുന്നുണ്ട്. സോ മരത്തിനെ കുറിച്ചിട്ട് ഒരു പ്ലക്കാർഡോ അല്ലെങ്കിൽ ഒരു സ്ലോഗൻ എഴുതാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മരത്തിൽ വന്ന് കാർ ഇടിച്ചു 4 പേര് തട്ടിപ്പോയി, അങ്ങനെ എഴുതി എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ. കിഡു സീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 1000 എപ്പിസോഡ് ഈ മറ്റേ സൂര്യയിലോ ഏഷ്യാനെറ്റിലോ കൈരളിയിലോ ഒക്കെ ഓടിക്കാൻ പറ്റുന്ന സീരിയലാണ്. പക്ഷെ ടൈറ്റിൽ ഒന്ന് മാറ്റണം. രവീന്ദ്ര നീ എവിടെയെന്ന് പകരം സംശയരോഗി രവീന്ദ്രൻ അങ്ങനെ ആക്കിയ കറക്റ്റാണ്. ഇതിലെ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ ഓഫീസിൽ സീനിയർ സയന്റിസ്റ്റ് ആണ് അനൂപ് മേനോൻ. അത് എന്തിനാണെന്ന് എനിക്ക് ഇന്നവരെ മനസ്സിലായിട്ടില്ല. ഇടയ്ക്ക് ദൂരദർശൻ വിളിച്ചിട്ട് എന്താണ് വെതർ റിപ്പോർട്ട് ചോദിക്കേണ്ടത്. ഇത് മാത്രം അവർക്ക് അതുമായിട്ടൊരു ബന്ധമുള്ളൂ. ഇതിലും ഭേദം അനൂപ് മേനോൻ ഒരു മീൻകാരനായിട്ട് പ്രസന്റ് ചെയ്താൽ പോരെ. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? മീൻകാരനാണ്, ഭാര്യ സംശയം, കഴിഞ്ഞു. തന്നെയല്ലേ സംഭവം നടക്കാൻ വേണ്ടി പോണത്. സോ യൂഷ്വലി സിദ്ദിഖ് ഏത് ചവറ പടത്തിലാണെന്ന് വെച്ചാൽ അങ്ങേര് പോയി വെറുപ്പിക്കില്ല. ഇതിൽ അങ്ങേര് വരെ വെറുപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. സോ അനൂപ് മേനോൻ ഒരു കിഡു ആക്ടർ ആയിരുന്നു. അനൂപ് മേനോൻ ജയസൂര്യ കോംബോയിൽ വന്ന സിനിമകൾ എന്റെ ഫേവറേറ്റ് പടങ്ങളാണ്. ബ്യൂട്ടിഫുൾ, കോക്ടെയിൽ, ഇവൻ ഡേവിഡ് ആൻഡ് ഗോലിയാത്ത്. എന്നാ കോംബോ തെറ്റിക്കഴിഞ്ഞോ അനൂപ് മേനോൻ തോന്നിയ പോലെ കുറെ പടങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് 10 പൈസക്ക് കൊള്ളാത്ത പടങ്ങളാണ്. അതുകൊണ്ടാണ് അങ്ങേര് OG ബോംബ് സ്റ്റാർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഷീലു ചേച്ചി ഈ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നേരം ധ്യാൻ ശ്രീനിവാസനൊക്കെ വെച്ച് പടം എടുത്താൽ ഇതല്ല, ഇതിന്റെ അപ്പുറം ഉണ്ടാവുള്ളൂ. കണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ച് സിനിമയൊക്കെ എടുക്കുക. നമ്മുടെ അസീസ് നെടുമങ്ങാടൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. ഈ പണ്ട് ഈ മറ്റേ നാടകത്തിലൊക്കെ സയന്റിസ്റ്റ് പറയുമ്പോൾ ഒരു ബുൾഗാൻ വെച്ചിട്ട് വരില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. തമാശയില്ല, ഒന്നുമില്ല. എന്നാൽ സീരിയൽ എന്നുള്ള രീതിയിൽ കുറച്ച് സംശയ രോഗമൊക്കെ വെച്ച് കാണാൻ വെച്ചാൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ കാണാൻ പറ്റുന്ന ഒരു പടം. സോ വേണ്ടവർ കണ്ടു നോക്കുക. സൈന പ്ലേയിൽ അവൈലബിൾ ആണ്. ഈ കുടുംബ സീരിയൽ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ചിലപ്പോൾ വലിയൊരു വൻ പടമായിട്ടും കിടിലം പടമായിട്ടും തോന്നും. എനിക്കൊരു 10 പൈസക്ക് വർക്ക് ആവാത്തൊരു പടമായിട്ടാണ് തോന്നി. യൂഷ്വലി സുരേഷ് കൃഷ്ണ സിനിമയിലൊന്നും വെറുപ്പിക്കാറില്ല. അങ്ങേര് വരെ ഈ സിനിമയിൽ വെറുപ്പിക്കലായിരുന്നു. സൈന പ്ലേയിൽ അവൈലബിൾ ആണ്. വേണ്ടവർ കണ്ടു നോക്കുക, ട്രൈ ഇട്ടോ.